പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ മക്കളെ അനുധാവനം ചെയ്ത ദൈവതേജസ്സിന്റെ അടയാളമായ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ ഷെഖനായുടെ കീഴിൽ നടന്നുകൊണ്ടാണ് അവർ കനാൻ വരെ പോയത്. അവർ സമുദ്രത്തൂടെ കടന്ന് വെള്ളത്തിലും മേഘത്തിന് കീഴിൽ നടന്ന് പരിശുദ്ധാത്മാവിലും മാമോദീസയേറ്റ് മോശയോട് ചേർന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുമശിഹ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾ തിന്ന മന്ന നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ. മരുഭൂമിയുടെ ഒത്ത നടുവിൽ ചുട്ടുപൊള്ളുന്ന ആളിക്കത്തുന്ന തീക്കൽപ്പാറയുടെ മാറുപിളർന്ന് ദാഹജലമില്ലാതെ വലഞ്ഞ ജനത്തിന് ഈ പാറ പിളർന്നൊഴുക്കിയ ജീവനുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തത് പുതിയ നിയമത്തിലെ കാസായിലെ പാനം ചെയ്യലിന്റെ സൂചനയായിരുന്നു പ്രിയപ്പെട്ടവരെ. കാൽവരി ക്രൂസിൽ പിളർക്കപ്പെട്ട ശാശ്വത പാറയായ യേശുമശിഹായുടെ ചങ്ക് പിളർന്നൊഴുകിയ ചോരയും നീരും കാസായിൽ കലർത്തി താൻ തിരുവത്താഴ രാത്രിയിൽ ശിഷ്യന്മാർക്ക് സിംബോളിക്കായി പകർന്നു കൊടുത്ത ആ കാസായെ ഇവിടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ രക്തമാണ് ഞാനും നിങ്ങളും കുടിക്കുന്നത്. നമ്മൾ നടക്കുന്നത് സ്വർഗീയ കനാനിലേക്കാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ യാത്ര ഒട്ടും സുഖകരമല്ല. മരുഭൂപ്രയാണം നമ്മുടെ വിശ്വാസ ജീവിതയാത്ര അഥവാ സിയോൻ യാത്രയെ കുറിക്കുന്നു. ഈ യാത്രയിൽ കൈപ്പേറിയ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരുപാട് പ്രതിസന്ധികൾ വന്ന് നമ്മളെ വല്ലാതെ വലച്ചേക്കാം. ക്രിസ്തീയ ജീവിതം ഒരു ഭൂമെത്തയല്ല എന്ന് എത്രയോ വട്ടം അച്ഛൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഭൂമെത്തയാണ് എന്നുള്ളതാണ്. പൂക്കൾ വിരിച്ച മെത്തയിലുള്ള സുഖകരമായ ഉറക്കമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നനച്ചവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തിരുത്ത്. ക്രിസ്തീയ ജീവിതം ഭൂമെത്തയല്ല, ശരശയ്യയാണ് മക്കളെ.